വെയിലിൽ തിളങ്ങുന്ന ചുവന്ന പൂക്കളെപ്പോലെ, പൂക്കളുടെ കവിളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ജലത്തുള്ളികൾ പോലെ, തൊട്ടും തലോടിയും സ്നേഹവാക്കുകൾ ചൊരിഞ്ഞു. സെയിൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വല്ലാത്തൊരു ദിവസമാണ്. മനസ്സ് ഏകാന്തതയിലേക്ക് തന്നെ യാത്രയാവുകയാണ്. ആളൊഴിഞ്ഞ പറമ്പിലെ കുഞ്ഞ് അമ്പലം പോലെ, മനസ്സിന്റെ ചുറ്റുമതിലിനപ്പുറത്ത് കൊള്ളയും കൊലയും കുശുമ്പും ബഹളങ്ങളും എല്ലാം മറച്ചു പിടിക്കുന്ന ഒരു മതിൽക്കെട്ട് പോലെയാണ് ക്ഷമയുടെ ചങ്ങലക്കണ്ണികൾ ഇന്നെന്നെ വലയം ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് വീഴുന്ന പ്ലാവിലകൾക്ക് പോലും വേദനയുടെ നിഴലിപ്പ്, വലിയ മരങ്ങളുടെ തണല് പോലെ വന്നു പോകുന്ന ചില സാന്ത്വനങ്ങൾ, കടുത്ത ചൂടിലും വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുപോലെ എൻ്റെ പ്രിയപ്പെട്ടവന്റെ വാക്കുകൾ. ആ വാക്കുകളാകാം മനസ്സിനെ വൈകല്യത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുന്നത്. സാരമില്ല, വേദനയുടെ ചില്ലകളിൽ പാറുന്ന പക്ഷികൾ പാറി പാറി തളരുന്ന സമയത്ത് കൂട്ടിലമർന്ന് എന്നോടൊപ്പം വിഹരിക്കുമായിരിക്കും. പ്രതീക്ഷകളാണല്ലോ നമുക്കെല്ലാത്തിനും മുൻകൈയെടുപ്പുകാരൻ. അതെ, ആളൊഴിഞ്ഞ അമ്പലത്തിലെ വരാനിരിക്കുന്ന വലിയ ഉത്സവത്തെ കാതോർത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വരാന്തയിലാണ് സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഈ വരാന്തയിൽ ഈ ഒരു കുഷ്യനിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഓർമ്മകളും ഈ ഒരു വരാന്ത എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് സൗദി അറേബ്യയുടെ വിരിമാറിൽ നിന്നും നാട്ടിലെത്തുന്ന സമയത്ത് ഈ ഒരു വരാന്തയിൽ കയറി നിന്ന് സ്വയം ഒന്ന് ചുറ്റും നോക്കും. മനസ്സ് നിറയെ എൻ്റെ വീടിനെ കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പ്രവാസമെല്ലാം അവസാനിപ്പിച്ച് എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടും മാത്രമായി സന്തോഷത്തോടെ നീങ്ങുന്ന ദിവസങ്ങൾ. അതിനിടയിലേക്ക് കുശുമ്പും പോരായ്മയും ഒക്കെയായി കടന്നു വന്ന ഈനാമ്പേച്ചികൾ. ഇതെല്ലാം കേട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കും, എന്തായിരുന്നു കാര്യം? ആരായിരുന്നു അത്? അതെല്ലാം എന്തിനു ചോദിക്കണം? പിശാചികൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിശാചിന്റെ കെണിയിൽ നമ്മൾ പെടാതിരിക്കുക. നമ്മൾ എന്നും ധൈര്യത്തോടെ തല ഉയർത്തി മുന്നോട്ട് നീങ്ങുക. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാനും പൊട്ടിക്കരയാറുണ്ട്. ചില സമയത്ത് എൻ്റെ ക്ഷമയുടെ ചങ്ങലക്കണ്ണികൾ അടർന്നു നീങ്ങും. ആ സമയമാണ് ഞാൻ വാതിൽ കുറ്റിയിട്ട് പൊടുന്നനെ കരഞ്ഞങ്ങ് തീർക്കും. അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ട് ഹാപ്പി ആയിട്ട് എൻ്റെ മക്കളുടെ അമ്മയായി, എൻ്റെ വീടിൻ്റെ അവകാശിയായി, എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഭാര്യയായി ഞാനിവിടെ. മുൻപ് വന്ന ഒരു കമന്റിൽ എന്നോട് ഒരു മണ്ടനായ ആൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഫാമിലി ഒരുപാട് പ്രശ്നമുണ്ടായില്ലേ എന്ന്. അതെ, ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുന്നോട്ട് പോകുന്ന വിജയിച്ച ഒരു വനിതയായി ഞാൻ ഇന്നും എന്നെ തന്നെ മനസ്സിൽ കാണുന്നുണ്ട്. ഞാൻ തന്നെയാണ് എനിക്ക് സ്ഥാനമാനങ്ങൾ ഇടുന്നത്, ഞാൻ തന്നെയാണ് എൻ്റെ മനസ്സിനെ വില കൽപ്പിക്കുന്നത്. അതിൽ ഞാൻ അഭിമാനി തന്നെയാണ്. മറ്റുള്ളവന്റെ കഴിവിനെ അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവരെ സമ്പത്ത് കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉയരുന്നത് അംഗീകരിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ തന്നെയാണ് നല്ല മനസ്സിനുടമകൾ. കുശുംബന്മാരുടെയും കുശുംബികളുടെയും കൂട്ടത്തിൽ നിന്നും ഞാനും നിങ്ങളും മാറി നിൽക്കുക. നമുക്ക് നല്ല ഭാവിയുണ്ട്. നല്ല മക്കളെ വാർത്തെടുക്കാനും നല്ല കുടുംബത്തിന്റെ നല്ല ഐശ്വര്യമുള്ള ഒരമ്മയായി നമുക്ക് മാറാം. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ എനിക്ക് എഴുതിയിടുക. ഞാൻ പറഞ്ഞ വാക്കുകളോട് കിടപിടിക്കുന്ന വേദനിക്കുന്ന ഒരുപാട് മനസ്സുകൾക്ക് എൻ്റെ ഈ വാക്ക് സാന്ത്വനമേകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാം എൻ്റെ കൂടെയുള്ളപ്പോൾ ഒരു ലോകം തന്നെ എൻ്റെ കാൽക്കീഴിലെന്ന ആനന്ദമാണ് എനിക്കുള്ളത്. മുള്ളുകൾ നിറഞ്ഞ ഈ കൈതച്ചെടികൾ പോലെ ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതിനെയെല്ലാം തരണം ചെയ്ത് നമുക്കിനിയും മുന്നോട്ട് പോവാം.
എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടുക. അങ്ങനെ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളിൽ ഒരുവളായി ഞാൻ നിങ്ങളോടൊപ്പം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവസാനമായി നിങ്ങൾക്ക് ഓൺലൈനായി പ്ലാന്റുകൾ വേണമെന്ന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വ്യത്യസ്തമായ പല രൂപഭാവ വ്യത്യാസത്തിലുള്ള അഗ്ലോണിമ ചെടികൾ മുതൽ കലാത്തിയ, സിങ്കോണിയം, വെറൈറ്റി മണി പ്ലാന്റുകൾ എല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്.